ഒരു കാലത്ത് കൊലപാതകം ചെയ്തിട്ട് വരേണ്ടല്ലോ ഈ പള്ളിയിൽ വന്നിട്ട് ദേ ആ കാണുന്ന ചെയറിൽ ഇരുന്ന് കഴിഞ്ഞാണ്ടല്ലോ രാജാവിൻ്റെ പടയാളികൾക്ക് പോലും അയാളൊന്ന് തൊടാൻ പറ്റില്ലായിരുന്നു. 8-ാം നൂറ്റാണ്ടിൽ പണി ആരംഭിച്ചിട്ട് 200 വർഷങ്ങൾക്ക് മുകളിലെടുത്തു ഈ ചർച്ച് ഒന്ന് പണി ചെയ്ത് തീർക്കാനായിട്ട് പോലും. വാസ്തുവിദ്യയുടെയൊക്കെ ഉണ്ടല്ലോ അങ്ങേയറ്റെന്ന് പറയാൻ പറ്റിയൊരു സാധനം, ഒരു പള്ളി, ഒരു ചർച്ച് കാണിച്ചു തരാം. വിശുദ്ധ ബൈബിളിൽ നിന്നുള്ള ഒരു ആശയമാണ് അഭയം തേടി വരുന്നവനെ നിങ്ങൾ കൈവെടിയരുത് എന്നുള്ളത്. ആ വാക്യങ്ങളെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് 8-ാം നൂറ്റാണ്ടിൽ ആരംഭിച്ച ഈ ചർച്ചിൽ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഒരു അഭയകേന്ദ്രം ഉണ്ടാകുന്നത്. ലോകപ്രശസ്തമായിട്ടുള്ള ലണ്ടനിലെ വെസ്റ്റ്മിനിസ്റ്റർ ആബിയുടെ നിർമ്മാണത്തിൽ പോലും ഈ പള്ളിയെ മാതൃകയാക്കിയിട്ടുണ്ട് എന്നുള്ളത് ചരിത്രം. തെറ്റ് ചെയ്തതിന് ശേഷം പള്ളിക്കകത്ത് ചെന്നിട്ട് ആ ചെയറിൽ ഇരുന്ന് കഴിഞ്ഞാൽ സഭ അഭയം കൊടുക്കുമെന്നുള്ള കാര്യം മുന്നേ സൂചിപ്പിച്ചിരുന്നില്ലേ? നൂറ്റാണ്ടുകൾക്ക് മുന്നേ അത്തരത്തിൽ അഭയകേന്ദ്രങ്ങളായിട്ട് പ്രവർത്തിച്ചിരുന്ന ചെയറുകളിൽ ഇന്ന് ഇംഗ്ലണ്ടിൽ 2 ചെയറുകളെ ബാക്കിയുള്ളൂ. അതിലൊന്നാണ് യോർക്ക്ഷയറിലുള്ള ബെവർലി മിനിസ്റ്ററിൽ നിന്നും ഞാൻ പരിചയപ്പെടുത്തുന്നത്. മധ്യ കാലഘട്ടങ്ങളിലെ സംഗീത ചരിത്രത്തെ അടയാളപ്പെടുത്തിക്കൊണ്ട് അക്കാലഘട്ടങ്ങളിലെ സംഗീത ഉപകരണങ്ങൾ ഉപയോഗിക്കുന്ന 70-ലധികം വരുന്ന പ്രതിമകൾ ഈ പള്ളിയിൽ നമുക്ക് കാണാൻ കഴിയും. അത് ലോകത്ത് തന്നെ ഏറ്റവും കൂടുതൽ അക്കാലഘട്ടത്തെ മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റിനെ അടയാളപ്പെടുത്തുന്ന രേഖകൾ കൂടിയാണ്. ഈ ചർച്ചിന്റെ പണി പൂർത്തീകരിക്കാൻ 200 വർഷത്തിന് മുകളിൽ എടുത്തു എന്നതുപോലെ പ്രധാനമാണ്. അതിനാൽ കൊണ്ട് തന്നെ പല കാലഘട്ടങ്ങളെ അടയാളപ്പെടുത്തുന്ന വാസ്തുവിദ്യയുടെ സമ്മിശ്ര ശേഖരണം തന്നെ നമുക്ക് ഈ പള്ളിയുടെ ചുറ്റുമായിട്ട് കാണാൻ കഴിയും. ഇംഗ്ലണ്ടിലെ രാജാവായിരുന്ന ഹെൻറി 5 മുതൽ പല രാജാക്കന്മാരും യുദ്ധത്തിന് മുന്നേ ആയിട്ട് പ്രാർത്ഥിക്കുവാനായിട്ട് ഈ പള്ളിയിൽ വന്നിരുന്ന ചരിത്രമുണ്ട്. ഞാൻ ഇതിനു മുന്നേയും പല ചർച്ചുകളെയും പരിചയപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും ചരിത്രപരമായും വാസ്തുവിദ്യകളാലും എന്നെ ഇത്രയധികം അത്ഭുതപ്പെടുത്തിയ മറ്റൊരിടം ഉണ്ടായിരുന്നില്ല.